വിളിക്കപ്പെട്ട ഒരു സുവിശേഷ വേലക്കാരൻ സഹായിക്കുക എന്ന് പറയുമ്പോൾ ഓടിച്ചെന്ന് അവിടെ ജോലി ഉണ്ടാക്കി കൊടുക്കുക, പട്ടിണി മാറ്റുക, അല്ലെങ്കിൽ അവർക്ക് വേറെന്തെങ്കിലും ലൗകിക ശുശ്രൂഷ ചെയ്യുക എന്നുള്ള പെട്ടെന്നൊരു ചിന്തയിലേക്ക് വരരുത്. ഓരോ കാലഘട്ടത്തിലും ഓരോ ശുശ്രൂഷ അനിവാര്യമായി വരും. പക്ഷേ ഒരു കാര്യം തീർച്ച, ഏത് ജോലി ചെയ്താലും, ഏത് ശുശ്രൂഷ ചെയ്താലും, ഏത് സഹായം ചെയ്താലും അതൊക്കെ ഒരു അതിസ്വാഭാവികമായ ലക്ഷ്യത്തോടെ ആയിരിക്കണം. സൂപ്പർ നാച്ചുറൽ മോട്ടിവേഷൻ ഉള്ളിൽ വേണം. പൗലോസ്ലീഹ മക്കദോനിയക്കാരനായ ഒരാൾ വിളിച്ചു വന്ന് ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്ക് ഉടനടി അവിടെ ചെന്ന് വീട് വെച്ച് കൊടുക്കാനും, അല്ല പ്രകൃതക്ഷോഭത്തിൻ്റെ അവരെ മോചിപ്പിക്കാനും, പട്ടിണി മാറ്റാനും ഉള്ള സ്റ്റെപ്പ് എടുത്തുകൊണ്ട് കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ ചോന്നുകൊണ്ടല്ല അങ്ങോട്ട് പോയത്. എങ്ങനെ സഹായിക്കണമെന്ന് അത്യുന്നതനായ ദൈവം പറയും. സഹായകനായ പരിശുദ്ധാത്മാ പ്രചോദനം തരും. ത്രോവാസിൽ നിന്ന് ഞങ്ങൾ കപ്പൽ കയറി നേരിട്ട് സമാത്രക്കയിലേക്ക് യാത്ര ചെയ്തു. അടുത്ത ദിവസം നെയോപ്പൊളിസിലേക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്ക് പോയി. അത് മക്കദോനിയയുടെ ആ ഭാഗത്തെ പ്രധാന നഗരവും റോമയുടെ അധികാരത്തിലുള്ള സ്ഥലവുമായിരുന്നു. കുറേ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു. നഗര കവാടത്തിനടുത്ത് പുറത്ത് നദീതീരത്ത് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി. ഒരു തോന്നിപ്പാ കിട്ടിയത്, അവിടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന്. യേശുവിനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ലാത്ത ഒരു ജനസമൂഹത്തിൻ്റെ ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ട് അവിടെ. അവരവരുടേതായ ദൈവസങ്കല്പം വെച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. അവരുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ള പ്രചോദനം ഇവരുടെ ഉള്ളിൽ ഉദിച്ചു. ഇതാണ് കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണം. എടുത്തിയാടിയാൽ അപകടമുണ്ട്. എടുത്തിയാട്ടം വേണ്ട, കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പന്തക്കോസ്ത ദിനത്തിന് മുമ്പ് അപ്പോസ്തലന്മാരുടെ ഈശോ സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് പറഞ്ഞത്, ഉന്നതത്തിൽ ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. കാത്തിരിപ്പ് നമുക്ക് ഇഷ്ടമില്ല. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം. ആഗ്രഹിക്കുമ്പോഴേ ഫലം കിട്ടണം. ആഗ്രഹിക്കുമ്പോഴേ നമ്മൾ ചോദിക്കുന്നതെല്ലാം കിട്ടണം. അപ്പോൾ ചിലപ്പോൾ അഭിഷേകത്തിൻ്റെ വില കൊടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് എടുത്തിയാട്ടം കൂടും. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവിന് ചെറിയ സമ്മാനങ്ങൾ തരാൻ പറ്റിയെന്ന് വരും. നമ്മെ ഒരുക്കാൻ പരിശുദ്ധാത്മാവിന് പറ്റില്ല. ചിലപ്പോൾ നമ്മെ ഈശോ തൻ്റെ രക്തത്തിൽ കഴുകി ശുദ്ധീകരിച്ചെടുക്കാൻ ഒരു കാലയളവ് അവിടുന്ന് ഉപയോഗിച്ചെന്ന് വരും. ആ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ കാലം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ കാലമാക്കി മാറ്റണം. പക്ഷേ പെട്ടെന്ന് റിസൾട്ട് വേണം, പെട്ടെന്ന് ഫലം വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടെ അവർ അങ്ങോട്ട് പോയി. ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞ വചനം പ്രസംഗിച്ചു. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലിദിയ എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു വഴി നടത്തിപ്പ് നൽകും. അതെപ്പോഴും ഓർത്തിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാകണം. പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് ഏഷ്യയിൽ പോകേണ്ടെന്ന് പറഞ്ഞത്? ഏഷ്യയിൽ പോയി വചനം പ്രസംഗിക്കുന്നത് പാപമാണോ? അവിടെ എപ്പോഴും അറിയണം, നല്ലതെന്ന് തോന്നുന്നതെല്ലാം നമ്മളൊക്കെ ചെയ്യാൻ പോയാൽ വലിയൊരു കുഴപ്പമുണ്ട്. അത് പൗലോസ്ലീഹ തന്നെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ വചനം ഇതാണ്, എഫേസൂസ് 2:10. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചൊരു തിരുവചനമാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. എഫേസൂസ് 2:10. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കണ്ട. നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ കിട്ടുകയാണ്. തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരവും ഒരു അവകാശവും അധികാരമൊക്കെ ദൈവം തരിക. 3-4 കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. അതേസമയം ഈ കാര്യങ്ങൾ ഏറ്റവും നല്ലത് ഏതാണ്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഏറ്റവും ഉപകാരപ്രദമായത് ഏതാണെന്ന് അറിയാനുള്ള ആഗ്രഹമുള്ളിലുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വരും. കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരം കാണിക്കരുത്. ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു, അപ്പുറത്തൊരാൾ വിഷപ്പുകയേറ്റ് മരിക്കുന്നു. കർത്താവ് ഇതിൽ ആദ്യം ആരെ രക്ഷിക്കണം? ഞാൻ പ്രാർത്ഥിക്കുക, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിഷപ്പുകയുള്ള ആളെ രക്ഷിക്കണോ? വെള്ളത്തിൽ കിടക്കുന്ന ആളെ രക്ഷിക്കണോ? ഹല്ലേലൂയ ഹല്ലേലൂയ. അവസാനം ഞാനും വെള്ളത്തിലാകും, അവരും വെള്ളത്തിലാകും. അല്ല, അയാളുടെ വിഷപ്പൊക്കെ എനിക്കും കൂടെ കിട്ടും, എൻ്റെ പണി തീരും. അവിടെ കണ്ടമാനം കാത്തിരിക്കാൻ പോകണ്ട. ഏറ്റവും എളുപ്പത്തിൽ ആരെ രക്ഷിക്കാൻ പറ്റുമോ അയാളെ രക്ഷിക്കുക.
അത് കഴിഞ്ഞ് മറ്റേയാളും കൂടി രക്ഷിക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഓപ്ഷന് സാധ്യത എന്ന് പറയുന്നത് ഒത്തിരി നല്ല കാര്യങ്ങൾ തെളിഞ്ഞു വന്നിരിക്കുക. അതിന് ദൈവം ഏത് കാര്യത്തിന് എന്നെ നിയോഗിച്ചു എന്ന് നോക്കണം. ഈ അടുത്ത കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നൊരു 8-10 സ്ഥലത്ത് നിന്നെങ്കിലും അച്ഛൻ ഇവിടെ വന്ന് സുവിശേഷം പ്രസംഗിക്കാമോ എന്ന് എന്നോട് പലരും ചോദിച്ചു. അപ്പോൾ ഈ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞ സന്ദേശം അവർ തന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് ആലോചിച്ചു. അപ്പോൾ എനിക്ക് ഡൽഹി ധ്യാന കേന്ദ്രം, ഇവിടെ വരുന്നതിന് 1 വർഷം മുമ്പ് ഞാൻ ഡൽഹിയിലായിരുന്നു, ഫരീദാബാദിൽ. അവിടെ വെച്ച് ചില സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകാനായിട്ട് കർത്താവ് സമ്മതിച്ചു. ഇവിടെ വന്നതിന് ശേഷം ഒരൊറ്റ ശുശ്രൂഷയ്ക്ക് 1 വർഷത്തേക്ക് പോകണ്ട എന്നൊരു മെസ്സേജ് കർത്താവ് തന്നു. അത് എൻ്റെ ഒരു വലിയ ആഗ്രഹം കൂടിയായിരുന്നു. കാരണം വിദേശ രാജ്യത്ത് ശുശ്രൂഷയ്ക്ക് പോകുന്നത് അവിടെയുള്ള ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ സ്നേഹം കൊടുക്കാനും കൂട്ടായ്മയിൽ അവരെ ഒരുമിച്ച് നിർത്താനും ദൈവ ശുശ്രൂഷകളെ വളർത്താനൊക്കെയാണ്. അതേസമയം തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഡിവൈൻ ധ്യാന കേന്ദ്രം, ആ ധ്യാന കേന്ദ്രത്തിലെ മലയാള വിഭാഗത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് ഇവിടെ എന്നെ ഏൽപ്പിച്ച ദൗത്യമുണ്ട്. അത് നിർവഹിക്കാതെ ഞാൻ നാട് മുഴുവനും സുവിശേഷം പ്രസംഗിക്കാൻ നടന്നാൽ അത് ഒരു പാപമായി വരും. വിദേശ രാജ്യത്ത് ദൈവവചനം എത്തിയിട്ടില്ലാത്തൊരു രാജ്യത്തിൽ പോലും സുവിശേഷം കൊടുക്കാൻ വേണ്ടി വിളിച്ചാൽ എനിക്ക് പോകാൻ പാടില്ലേ? പോകാം. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നെക്കുറിച്ച്, ദൈവ നിയോഗം എന്താണ് എന്ന് ഞാൻ അറിയണം. അപ്പം ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. നല്ല ലക്ഷ്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ ദൈവ നിയോഗം ചിലരൊക്കെ മറന്നു കളയുന്നു. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റാതെ വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ആകപ്പാടെ ക്രമീകരിക്കുമ്പോൾ അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ട ചില ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നൊരു മനസ്സ് വേണം. ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാനുള്ള ആഗ്രഹമുള്ള ഒരു മനസ്സ് വേണം. ജഡത്തിൻ്റെ ദുരാശകളാൽ നിയന്ത്രിക്കപ്പെടുന്ന മനസ്സ് പറ്റില്ല. ലോകത്തിൻ്റെ ദൈവാത്മ നിയന്ത്രണമില്ലാത്ത ലോകാരൂപയുടെ നിയന്ത്രണമുള്ള സ്വഭാവമായിട്ട് നടക്കുന്നവർക്കും പറ്റില്ല. ഉദാഹരണത്തിന്, മദ്യപാനം നിർത്തിയ ഒരാളെ ഒരു വീട്ടിൽ വിരുന്നിന് വിളിച്ചു. അവിടെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ആഘോഷമാണ്. എന്തൊക്കെയോ പരിപാടികൾ അവിടെയുണ്ട്. ആ നാട്ടിൽ അതിന് പ്രത്യേക ഒരു വാക്കും പറയും. ഏതായിരുന്നാലും ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ ആ പുരുഷന്മാരെല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് കൂടി മദ്യം കഴിക്കുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തും ധ്യാനവേളയിൽ തമ്പുരാൻ്റെ അടുത്തും ഒരു പ്രതിജ്ഞ എടുത്തു, ഇനിമേലിൽ മദ്യം കഴിക്കില്ല. മദ്യം വല്ലപ്പോഴും കുറേശ്ശെ കഴിച്ചിരുന്ന ഇയാൾ ഈ ധ്യാനത്തിൽ വരുന്നതിന് മുമ്പ് അല്പം മദ്യം കഴിച്ച് കിടന്ന് മയങ്ങി ഉറങ്ങിപ്പോയ സമയത്ത് കുടുംബത്തിൽ ദുരന്തം ഉണ്ടായി. അങ്ങനെയാണ് ധ്യാനിക്കാൻ വന്നത്. മഹാദുരന്തത്തിൻ്റെ നൊമ്പരം മാറാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു, ഇനിമേലിൽ മദ്യവെക്കില്ല. അദ്ദേഹം ആ രാത്രിയിൽ മദ്യപാനികളായ കൂട്ടുകാരുടെ മുമ്പിലിരുന്ന് വല്ലാതെ വിമിഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു ഗൈഡൻസ് തരണം. ഞാൻ ഈ പറയുന്ന 18 പേരെയും നേടിയെടുത്ത് അച്ഛൻ്റെ അടുത്ത് ധ്യാനിപ്പിക്കാൻ കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചിന്നിവിടെ വന്നത്. ഇപ്പം അവരെന്നോട് പറയുന്നു, ഇന്ന് നീ ഞങ്ങളുടെ കൂടെ മദ്യപിച്ചാൽ ഇനി നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യും. ഇന്ന് ഞങ്ങളുടെ കൂടെ കുടിക്കില്ലെങ്കിൽ ഒരിക്കലും നിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പെടുത്തില്ല. അച്ഛാ, ഈ 18 പേരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് യാതൊരു താല്പര്യമില്ലെങ്കിലും ഒരു പെഗ് കുടിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, സഹോദര, പാപം ചെയ്ത് ആരെയും നേടിയെടുക്കാൻ നോക്കരുത്. പാപം ചെയ്ത് ആരെയും നേടിയെടുക്കാൻ നോക്കരുത്. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അയാൾ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വിരുന്ന് ഉപേക്ഷിച്ച് പോരട്ടെ. ഞാൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്ന ആ ഭാഗത്തേക്ക് പോയി ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. അച്ഛാ, പുരുഷന്മാരെല്ലാവരും ഇവിടെയാണ്, അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അവരുടെ കൂടെ പോയിരുന്ന് കഴിച്ചാൽ എന്നെ ആണും പെണ്ണും കെട്ടവൻ എന്ന് പറയില്ലേ? ഞാൻ പറഞ്ഞു, പറയട്ടെ. പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുമെന്ന് നോക്കിയാൽ മതി. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും അവരുടെ കൂടെ ഒരു പെഗ് പോലും കുടിക്കരുത്. ആ സ്ത്രീകളുടെ അടുത്ത് അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോക്കോ. ഇദ്ദേഹം അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ, ഈ മദ്യപാന ടീമിൽപ്പെട്ടവർ അവിടെ വന്ന് ചില കമൻ്റൊക്കെ പറഞ്ഞ് ഇയാളെ കളിയാക്കിയിട്ട് തിരിച്ചുപോയി. തിരിച്ചുപോയ ആൾ അങ്ങോട്ട് പോയത് അദ്ദേഹം കണ്ടു. ഇയാൾക്ക് ഭക്ഷണം കഴിഞ്ഞ് കഴുകുന്നതിന് നോക്കിയപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് പേരും കൂടെ ആ സമയത്ത് പുരുഷന്മാർ പുറകിലൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇടയ്ക്ക് വന്ന 2-3 പേരിൽ ഒരാൾ
സ്റ്റെപ്പിൽ നിന്ന് കാല് തട്ടി താഴേക്ക് വീണ് സ്റ്റെയർ കേസിലൂടെ താഴെ എത്തി. അപ്പോൾ അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകണം. പക്ഷേ ആശുപത്രി കൊണ്ടുകൊണ്ട് വണ്ടിയുടെ മുമ്പിൽ ഈ സഹോദരൻ്റെ വണ്ടി കിടക്കുന്നു. അതുകൊണ്ട് വണ്ടിയൊന്നും എടുത്ത് മാറ്റണം. ഓടി ചെന്നിട്ട് അയാളെ ആശുപത്രി കൊണ്ട് പോകുന്ന വഴിക്ക് എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യമായി പരിക്കൊന്നും പറ്റിയില്ല, ദുരന്തമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന് ഈ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടിയത് ഞാനൊരു പെഗ്ഗും കുടിക്കാത്തതുകൊണ്ടാണ്. പക്ഷേ അന്ന് ആ വിരുന്നിന് വന്നവർക്കെല്ലാം അതൊരു സാക്ഷ്യമായി മാറി. പരിശുദ്ധാത്മാവിനെതിരായി ചെയ്ത പാപത്തെ ഓർത്ത് അയാൾ പശ്ചാത്തപിക്കാനിട വന്നു. നമ്മൾ ദൈവത്തിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് പിശാചിനോട് നോ പറയുമ്പോൾ ലോകം നമ്മളെ പുച്ഛിക്കും, കളിയാക്കും. ലോകാരൂപിക്ക് തലകുനിച്ച് കൊടുക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിയന്ത്രണവും നിവേശനവും കിട്ടില്ല. പ്രിയമക്കളെ, ഒരു തരത്തിലും പിശാചിനോട് വിട്ടുവീഴ്ച വേണ്ട. എപ്പോഴും പരിശുദ്ധാത്മാരുടെ വിധേയത്വം വേണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, കരുണയുള്ള ഈശോയെ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ക്ലേശിക്കുമ്പോൾ, മുന്നോട്ട് പോകാൻ വഴി കാണാതെ വലയുമ്പോൾ, അങ്ങേ പദ്ധതി പ്രകാരം കാത്തിരിക്കുവാനും തിരിഹിതം അറിയുന്നതുവരെ ദാഹിച്ച് കാത്തിരുന്ന് അഭിഷേകം പ്രാപിക്കുവാനും അങ്ങേ തിരുവചനം, അങ്ങയുടെ തിരുഹിതം, തിരുവെളിപാടുകൾ സ്വീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.